കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓണ ലീവിലും വെക്കേഷനിലും എല്ലാം കൂടിയാണ് ഈ കരല്ലേ. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതിട്ടാ. അപ്പം നമ്മളൊരു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം നമുക്കൊരു അച്ചാറിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്മീൻ, സൂത, ബീഫ് ഒക്കെ അച്ചാറിട്ടുകാണ്ട് നമ്മൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഇതുവരെ ഇട്ടതൊക്കെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒന്ന് വിറ്റ് പോയിക്കണ്. ഇന്നത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണവും ഒക്കെ നമ്മളൊപ്പം വേണം കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു മീനൊക്കെ കൊണ്ടുവന്നത് ഇനി അപ്പോൾ അത് മുറിക്കാൻ നോക്കുമ്പോൾ നമ്മളെ കത്തിക്കത് വഴങ്ങണില്ല. അപ്പം നമ്മൾ പിന്നെ ആ മീൻ ഫ്രിഡ്ജ് കൃത്ത് വെച്ച് നമ്മൾ ഇനി കത്തി കൊണ്ടുവന്നിട്ടാക്കുക ഇന്നത്തെ പണിയെന്ന് വിചാരിച്ച് നമ്മൾ യാറ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പം പഠിച്ചോനെ ഓണ ഓഫറാണ്. മനുഷ്യന്മാരണി തളച്ച് പൊന്തിട്ടാ തിക്കും തിരക്കും ആയിക്കാണ്ട് മനുഷ്യന്മാരടുത്ത് പൈസ ഇല്ലയെന്ന് പറയും ചെയ്യും. ഇങ്ങനത്തെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ പൈസ ആയിട്ട് ഇങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കണത് കാണണ്ടേ. നമ്മളെടുത്ത് പൈസ ഇല്ലാത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയാണ് എന്നിട്ടാ. അപ്പം ഭയങ്കര ഓഫറുള്ള സാധനങ്ങൾ ഇങ്ങനെ തിരഞ്ഞുകാണ്ട് നടക്കുകയാണ് മനുഷ്യന്മാർ. അങ്ങനെ നമ്മൾ കത്തിയൊക്കെ വാങ്ങിക്കാണ്ട് നമ്മൾ വന്നിക്കണം കേട്ടോ. അപ്പം നമ്മളിതാ മീൻ മുറിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നല്ല കത്തി. അപ്പം ഞാൻ നാളെ ഒരു ദിവസം പോയത് ഈ കത്തി കണ്ടുവച്ച് പോകുന്നതേന്. അപ്പം എൻ്റെ അടുത്ത് പൈസ തേഞ്ഞില്ല. അപ്പം ഇനിയിപ്പോൾ ഇത് ഇല്ലാതെ പറ്റൂല കേട്ടോ. എന്താ വെച്ചാൽ മീനൊക്കെ ഉടയാതെ ഉണ്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ മുറിപ്പിച്ച് വാങ്ങുമ്പോൾ കുഴപ്പമില്ല. ഇത് നമ്മളിങ്ങനെ തൂക്കി വാങ്ങിയതാണ്. ഇത് അത്യാവശ്യം നല്ല തൂക്കം ഉണ്ട് കേട്ടോ. 2.5 കിലോൻ്റെ സൂതയാണ് ഇട്ടത്. അപ്പോൾ കാണാൻ മാത്രം നല്ല വലുപ്പവും വെയിറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. 2.5 കിലോനില്ല. അപ്പോൾ നമ്മൾ ഇനി മുള്ളില്ലാതെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനിതാ നമ്മൾ കത്തിയും കത്തിരികയും കൈക്കോട്ടും എല്ലാം കൂടി ആയിട്ടാണ് വന്നിട്ടുണ്ടത്. അപ്പോൾ ഇതാ ഇനി മുറിച്ചിട്ട് നിങ്ങൾ നോക്കി. അപ്പോൾ ചിറകൊക്കെ വെട്ടാൻ കത്രിക തന്നെ വേണം. അപ്പോൾ നല്ല മൂപ്പും ഉറപ്പും എല്ലാം കൂടി ഉണ്ടായിട്ട് നല്ല പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ എല്ലാവരും ഒന്ന് മടിക്കണം. ഇഷ്ടപ്പെടായിട്ടാണെന്ന് നമ്മൾ വിചാരിക്കുക, സാരമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോഴേ ഞാനിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളെടുത്തേക്ക് എത്തുള്ളൂ. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്കും ഒരു വീഡിയോ ഇടാനുള്ളൊരു മൂടൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ കത്തി കൊണ്ടൊന്ന് മുറിച്ചാൽ നോക്കുമ്പോൾ ആ മുറിക്കാനൊന്നും അത് പറ്റണില്ല. അപ്പോൾ പിന്നെ നമ്മളെടുത്തൊരു ഈ വലിയ വെട്ടത്തിൻ്റെ താഴെയുള്ളൊരു കത്തി ഉണ്ട് കേട്ടോ. ഞാൻ കൊപ്പറൊക്കെ പൂളിനെ. അപ്പോൾ അത് എടുത്തുകൊണ്ടുങ്ങാണ്ട് അതുകൊണ്ടാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഈ മുള്ളൊന്നും മുറിക്കാനൊന്നും പറ്റില്ല. മീൻ ഇങ്ങനെ നമുക്ക് ഷേപ്പാക്കിക്കാണ്ട് കട്ട് ചെയ്യാനേ ആ കത്തി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തലക്കണ് മുറിച്ച് നോക്കുമ്പോൾ ഭയങ്കര എല്ല് വില, മുള്ള് വില ഉണ്ട്, ഭയങ്കര വില ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ഒന്നിങ്ങനെ ഇനി മുള്ളില്ലാതെ എടുക്കും വേണത്. അച്ചാറിടാനല്ലേ. അപ്പം മുള്ളില്ലാതെ നമുക്കത് കട്ട് ചെയ്യണം. അപ്പോൾ അതങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു പിന്നെ സൂതക്കുട്ടിനെ അത് മുണുങ്ങിക്കാണ് ഇട്ടത്. അപ്പോൾ വിചാരിച്ച് ഞാൻ പഞ്ഞീനെ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സൂതനെ മുണുങ്ങിക്കാണ്ട് അത് ദഹിച്ച് തുടങ്ങിയിരിക്കണം. അപ്പോൾ കണ്ടില്ലേ എല്ലും മുള്ളും എല്ലാം കൂടിയാണ് വേറിട്ടിക്കണം കേട്ടോ. അത് ദഹിച്ചാൽ പിന്നെ അങ്ങനെയല്ലേ സാധനം പിന്നെ ഒരേപോലെ നിൽക്കില്ല. അപ്പോൾ അതിൻ്റെയും കൂടി വെയിറ്റ് വാങ്ങിയപ്പോൾ അയക്കണം കേട്ടോ. അപ്പം നമ്മൾ ബീഫ് അച്ചാർ ആദ്യം കിട്ടീനല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കന്നെ സൂതച്ചാറുണ്ടാന്ന് വെറുതെ ചോദിക്കുകയാണെങ്കിൽ എന്താണെന്നാവാം. എന്നാൽ പിന്നെ സൂതച്ചാറ് ഇട്ടാക്കാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയായ അച്ചാറാട്ടാ. ഈ ബീഫ്, സൂത, ചെമ്മീൻ ഒക്കെ ഈ പുറത്തേക്ക് പോകണവർക്ക് നമ്മളെ നാട്ടിലിപ്പം പല കൂട്ടാനുണ്ടാകുമ്പോൾ നമുക്ക് വലിയ ആവശ്യം ഉണ്ടാവില്ല. ഈ പുറത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പിന്നെ കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തവരുണ്ടല്ലോ. എന്നാൽ പഠിക്കാൻ പോയ കുട്ടികൾ, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ, പിന്നെ ജോലിക്ക് പോകണ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒക്കെ നല്ല ഉപകാരമായിട്ടത്. ഇതൊരു സ്പൂണ് നമ്മൾ ഇട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചോറ് വയ്ക്കാം. പിന്നെ എന്ന മാതിരി നമ്മൾ ദോശ, പത്തിരി അതൊക്കെ വാങ്ങിക്കാണ്ട് കഴിക്കണമല്ലോ, അല്ലെങ്കിൽ ചുട്ട് കഴിക്കണമല്ലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉണ്ടായാൽ നല്ല സുഖമായിട്ട് നമുക്ക് പിന്നെ ഈ പുറത്ത് പോയവർക്ക് നല്ല ഉപകാരം കേട്ടോ. അത് ചിലവർക്കൊന്നും അറിയില്ല. ചിലർ വിചാരിച്ചു എന്തിനാ ഇപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ അച്ചാർ, നമ്മൾ അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ വിനാഗിരി കുറച്ചേ കൂട്ടണുള്ളൂ. നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെക്കണമില്ല. വിനാഗിരി ഒരുപാട് ഒഴിച്ചുകാണ്ട് ഒരുപാട് കാലമൊന്നും ഉണ്ടാക്കി വെക്കണില്ല. നമ്മൾ ഒരു മാസം കൊണ്ട് പിന്നെ എടുത്തു പോരാൻ തക്കത്തിൽ വരികയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് വിറ്റ് പോയി കിട്ടണം. ഇനി വിറ്റ് പോയിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കൂട്ടി തീർക്കുമല്ല. അപ്പോൾ നിവർത്തില്ലല്ലോ. അപ്പോൾ ഓരോന്ന് യോഗ്യഭാഗ്യം മോണൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ നമ്മൾ അക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ഈ കത്തി നല്ല ഉഷാറാണ് ഇട്ടത്. അത്യാവശ്യം വില കൊടുത്താലും ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ നമുക്ക് കത്തി തന്നെ വേണം. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത് ബീഫ് ഇതിൻ്റെ മുമ്പ് 2 ദിവസം മുമ്പാണ് ഇട്ട് വെച്ചത്. അപ്പം ഇനി പിന്നെ ബീഫ് പറ്റാത്തവരുണ്ടെങ്കിൽ ആ ചട്ടിയില ചെമ്പട്ടിയില ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ചട്ടിയൊക്കെ മാറ്റിങ്ങാണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിക്കിട്ടത്. അപ്പോൾ അത് വേറെ ചട്ടിയിലുണ്ടാക്കി അത് കുപ്പിയിലാക്കിയതിന് ശേഷം ബോട്ടിലാക്കിയതിന് ശേഷം പിറ്റേ ദിവസമായിട്ട് നമ്മൾ മീനൊക്കെ ഇടേണ്ടത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചിങ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഇടേണ്ടത്. ചിലർക്ക് ബീഫ് പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ അവർക്കൊന്നും ബുദ്ധിമുട്ടാവരുത് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ മീനൊക്കെ കട്ട് ചെയ്തിരിക്കണ്. അപ്പോൾ നമ്മളിതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ചെമ്മീൻ്റെ നല്ല അച്ചാറുണ്ടാക്കി, ഒക്കെ നല്ല ടേസ്റ്റിയായ അച്ചാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കോളി. പിന്നെ അതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഈ കമൻറ്റിൽ കൂടി നിങ്ങൾ വില ചോദിക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ. ഒന്നും ചിലപ്പോൾ യൂട്യൂബിൻ്റെ അതിന് പറ്റൂലേ, കാരണം യൂട്യൂബിൽ കൂടി കച്ചവടം നടത്താനല്ലല്ലോ, യൂട്യൂബിൽ വീഡിയോ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചോളി. പിന്നെ കൊറിയറായിട്ട് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് എത്തിച്ചു തരാം. കൊണ്ടുവന്ന് തരാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ കൊണ്ടുവന്നും തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ മീനൊക്കെ നമ്മൾ കട്ട് ചെയ്തിക്കണം. അപ്പോൾ ഈ തലയും വാലും ഇതൊക്കെ നമുക്കുള്ളത് ഫ്രിഡ്ജിൽ എടുത്തേക്കാണ്. അപ്പോൾ അതാ നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, അതൊക്കെ എല്ലാം കൂടി കാണിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും ബോറാവും. അപ്പോൾ അതാ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് കുഴച്ച് വെച്ചിക്കണേ. അപ്പോൾ അതാ നമ്മൾ ചട്ടിയിലിട്ടുകാണ്ട് നല്ല വെളിച്ചെണ്ണയിൽ, നല്ല നാടൻ വെളിച്ചെണ്ണയിൽ അടുപ്പത്ത് വെച്ചുകാണ്ട് നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലിട്ടുകാണ്ടാണ് ഞാൻ പൊരിക്കേണ്ടത്. അങ്ങനെ ആയാൽ വേഗം നെരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല ഉഷാറായി അതൊക്കെ പൊരിച്ചെടുത്തിക്കണേ. പിന്നെ അച്ചാർ ഇടുണ്ടോ എന്ന് ഞാൻ കാണിച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കാണിച്ചതാണ്. വെള്ളുള്ളി, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ടുകാണ്ടായിക്കുള്ള വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകാണ്ടാണ് നമ്മൾ അച്ചാർ ഇട്ടിട്ടുണ്ടത്. അപ്പോൾ എല്ലാവർക്കും കൂട്ടാൻ നല്ല ടേസ്റ്റിയായ അച്ചാറാണ്. ഒരു സ്പൂണ് അച്ചാറുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ചോറ് തിന്നാൽ ഒക്കെ ഞാൻ സത്യമായിട്ട് ഞാൻ പറയേണ്ടത്. അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ 2 ദിവസം മുമ്പ് ഞാൻ ബീഫ് അച്ചാർ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ബോട്ടിലയക്കണം കേട്ടോ. അപ്പോൾ 200 കുപ്പിയിലും ആക്കി വെച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ കഴിക്കാൻ പൂതിയുണ്ട്. പിന്നെ വില ഇത് 1/2 കിലോനായിട്ട് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പം പിന്നെ നമ്മൾ 200 ബോട്ടിലാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പിയിലാക്കുമ്പോൾ പിന്നെ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടാ. അപ്പം ഇനി നമ്മളെ കൈമിൽ തട്ടിക്കാണ്ട് വേറെയുള്ളവർക്ക് വെറുപ്പ് വരരുതെന്ന് വിചാരിച്ചിക്കാണ്ട് ഒക്കെ തൂക്കിക്കാണ്ട് ഒക്കെ ആക്കി വെച്ചിക്കണേ. പിന്നെ ഒരുപാട് ഇട്ടിച്ചിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ വിറ്റ് പോകുമെന്ന് നമ്മൾ വിചാരിക്കണേ. ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ ചട്ടിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ഇട്ട് 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ചെമ്മീനും പിന്നെ സൂതിയൊക്കെ ഇട്ടുകൊണ്ടത്. അപ്പം ആരും വെറുപ്പൊന്നും വിചാരിക്കണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയായ അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതാ മോന് അതിനൊക്കെ സ്റ്റിക്കർ ഇടാൻ കേട്ടോ. ഇതൊക്കെ ഭയങ്കര പണിയുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ അധ്വാനിക്കാതെ ഒന്നും കിട്ടില്ലല്ലോ, അത് വിചാരിച്ചുകൊണ്ട് നമ്മളൊക്കെ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.